ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നോ കോണ്ടാക്ട് റൂള് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ കേസിനനുസരിച്ചിട്ട് എത്ര ദിവസമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ നോ കോണ്ടാക്ട് റൂൾ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാം, ഇനി എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്, അവർ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഇത്തരത്തിലുള്ള നോ കോണ്ടാക്ട് റൂളിനെ കുറിച്ചുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. നോക്കാം. നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്ന ഈ ഒരു ടൂള് പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പാച്ചപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഓരോ ആളുകളും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പൊ നമുക്കൊരു പാച്ചപ്പ് എന്നുള്ള രീതിയിൽ ഈ നോ കോണ്ടാക്ട് റൂൾ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, എത്ര ദിവസമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കേസ്, നിങ്ങളൊരു ചെറിയ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടാണ് നിങ്ങൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തത് എന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു 30 days വരെയൊക്കെ നിങ്ങൾക്ക് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാം. ഇനി കുറച്ചുകൂടി ടോക്സിക് ആയിരുന്നു, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഒരു വഴക്കൊക്കെ ഉണ്ടായതിനു ശേഷമാണ് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തത് എന്നുണ്ടെങ്കിൽ 90 days വരെ നിങ്ങൾക്ക് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഒരു ചെറിയ കേസിനാണ്, അത് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കാരണമാണെങ്കിലും ഒരു ചെറിയ കേസാണ്, ഒരു ചെറിയ പ്രശ്നത്തിലാണ് നിങ്ങൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 30 days, ഒരു 30 ദിവസം വരെ പോവാം. ഇനി കുറച്ചുകൂടി വലിയതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു 90 days വരെ നിങ്ങൾക്ക് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യാം. ഇനി ഈ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അറിയാതെ മെസ്സേജ് അയച്ചു പോയി, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും കൺട്രോളബിൾ ആയിരുന്നില്ല എൻ്റെ ഇമോഷൻസ്, എനിക്ക് അവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയിൽ വെച്ചുകൊണ്ട് നോ കോണ്ടാക്ട് ബ്രേക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ആക്ച്വലി ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്നത് തന്നെ ഒന്നുകിൽ അത് ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആവുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. രണ്ടാണെങ്കിലും അത് നോ കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ കോണ്ടാക്ട് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് നോ കോണ്ടാക്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ബ്രേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മെന്റലി ഫിറ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് ആ വ്യക്തി നിങ്ങളോട് എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലും, പോസിറ്റീവായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാലും, ഒരു നിങ്ങളുടെ എക്സ്പെക്ടേഷന് നേരെ ഓപ്പോസിറ്റ് ആണ്, എക്സ്പെക്ടേഷൻ ഒക്കെ ഒരു വിപരീതമായിട്ടാണ് സംസാരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് മെന്റലി ഫ്രീ ആവാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ഫീൽ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസന്റ് സിറ്റുവേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് എനർജി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാം. ഇനി ഇൻ കേസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണ് അത് ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നത്, അങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു നോ കോണ്ടാക്ട് ബ്രേക്ക് ആകുന്നത് എന്നുണ്ടെങ്കിലും ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കാൻ തയ്യാറാണോ, നിങ്ങൾ അതിന് മെന്റലി ഫിറ്റ് ആണോ, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഒരു നിങ്ങളുടെ എക്സ്പെക്ടേഷന് വിപരീതമായിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺ ആകുമോ, ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇതിനൊരു നോ ആണ് ആൻസർ എങ്കിൽ നിങ്ങളുടെ നോ കോണ്ടാക്ട് റൂൾ ബ്രേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറല്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിന് ഫിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്കത് യാതൊരുവിധ പ്രശ്നവും തോന്നുന്നില്ല, നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു പീസ്ഫുൾ മൈൻഡ് നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ ഒരു നോ കോണ്ടാക്ട് റൂൾ ബ്രേക്ക് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് ഒരു ചെറിയ പ്രശ്നത്തിന്മേൽ നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിലാണ് നിങ്ങൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാണെങ്കിലും എത്ര ദിവസമാണ് ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു ഡേയ്സ് എന്ന് പറയുന്നത്. ഇനി നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ്. അതായത് ഞാൻ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തത് ഇതുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാതിരുന്നത് ഇതുകൊണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ റീസൺസ്, അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോഴും പാസ്റ്റ് ആ ഒരു ഇൻസിഡന്റിൽ തന്നെയാണ് അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. പ്രസന്റിലെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ വാട്ട് ഇസ് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യാം, ഇനി എങ്ങനെ പോവാം, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല, പറയുന്നുമില്ല. മറിച്ച് എന്താണോ സംഭവിച്ചത്, അത് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നിരുന്നാലും വീണ്ടും വീണ്ടും സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം, ഇപ്പൊ നിലവിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ചോദിക്കുക, ഇനി എന്ത് ചെയ്യാം, ഇനി എങ്ങനെ പോവാം, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഓവറായിട്ട് ഇങ്ങനെ അപ്പോളജി ചെയ്തുകൊണ്ടിരിക്കും, സോറി, അല്ലെങ്കിൽ അന്ന് അതിന് ചെയ്തതിന് സോറി, അങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ സോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വീണ്ടും വീണ്ടും അതേ ഇൻസിഡന്റ് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ വീണ്ടും ആ ഒരു ഇൻസെക്യൂരിറ്റി വരാനും, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാനുള്ള ഒരു റീസൺ ആയിട്ട് അത് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ എന്തായാലും അവരോട് സോറി ചോദിച്ചിട്ടുണ്ടായിരിക്കും.
ഇനി അവരുടെ ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഓൾറെഡി നിങ്ങൾ ജെന്യൂൻ ആയിട്ട് സോറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബെറ്റർ ആണ്, അത് മതി എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും അതേ കാര്യം ഓർത്തെടുക്കുന്ന രീതിയിൽ അതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാതിരിക്കുക. വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രസന്റിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ നിങ്ങൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്